അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 5 തിരശ്ശീല വീണു. അഖിൽ മാരാർ എന്ന ശക്തനായ പോരാളിയുടെ പട്ടാഭിഷേകത്തോടുകൂടി. മുൻകാല സീസണുകളിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ പിന്തുണയോടുകൂടി വിജയിച്ച വ്യക്തി. ഈ ഒരു സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും ശോകമായി തുടങ്ങിയ ഒരു ഷോ. എന്നാൽ അഖിൽ മാരാർ എന്ന വ്യക്തിയുടെ ബ്രില്യൻ ഗെയിം പ്രേക്ഷകരെ പിടിച്ചിരുത്തി. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളും എല്ലാം ഒരു പരിധിവരെ അവിടെ തന്നെ തീർത്ത ഒരു സീസൺ കൂടിയായിരുന്നു. ദ സീസൺ ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന നല്ലൊരു സീസൺ എന്ന് ഈ നിമിഷം പറയാം. ഒരു സമയത്ത് ജനങ്ങൾ എഴുതിത്തള്ളിയ ഒരു സീസണാണ് ഇന്നൊരു എവർഗ്രീൻ സീസൺ എന്ന് പോലും അറിയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പകയും വിദ്വേഷവും കൂടാതെ ഒരു ഹാപ്പി എൻഡിങ് തന്നെയെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. അതിനെ തുണയ്ക്കുന്ന കാഴ്ചയാണ് അഖിൽ മാരാർ വിജയിയായി പ്രഖ്യാപിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന സഹമത്സരാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളോളം അഖിൽ എന്ന വ്യക്തിയെ തിരിച്ചറിയാതെ തെറ്റിദ്ധരിച്ച് അല്ലെ ഗെയിമിന്റെ ഭാഗമായി എതിർത്തിരുന്നവർ എല്ലാവരും ആ വ്യക്തിയെ എന്താണെന്ന് മനസ്സിലാക്കി എല്ലാം മറന്ന് കയ്യടികളോടെ ആ വിജയം സ്വീകരിച്ചത് ഒരു മാരാരിസം തന്നെയെന്ന് പറയാം. ഒരു പുതിയ താരോദയം. അതിലേക്ക് വരുമ്പോൾ അഖിൽ മാരാർ എന്ന ശക്തനായ പോരാളി വന്ന വഴിയെ ഒന്ന് സഞ്ചരിക്കാം കടമെടുത്ത കുറച്ച് വാക്കുകളിലൂടെ. ആരായിരുന്നു അഖിൽ മാരാർ? പരാജയപ്പെട്ട ഒരു സിനിമയുടെ സംവിധായകൻ, ചാനൽ ചർച്ചകളിൽ വളവള സംസാരിക്കുന്ന ഒരുത്തൻ. ഈ വർഷത്തെ ബിഗ് ബോസ് ഹൗസിൽ ചുമന്ന മുടിയുമായി കയറി വന്ന അയാളെ കണ്ട് നെറ്റിച്ചുളിച്ചവരാണ് നമ്മളിൽ പലരും. ഗെയിം തുടങ്ങി. അയാള് അഹങ്കാരിയും എടുത്തുചാട്ടക്കാരനുമായി. ഉടക്കിയാൽ നാക്കും കടിച്ചു വന്ന് ഷോ കാണിക്കുന്ന ഒരുത്തൻ. ആദ്യത്തെ 2 ആഴ്ചകളിൽ വലിയ താമസമില്ലാതെ പുറത്താകുമെന്ന് ഉറപ്പിച്ച ഒരാള്. 14ാമത്തെ എപ്പിസോഡ്. വീട്ടിലെ ബാക്കി 20 പേരും മോഹൻലാലിനു മുന്നിൽ പൊതുവായി മാപ്പ് പറഞ്ഞൊരു വിഷയത്തിൽ ഇനി ഒരിക്കൽ കൂടെ മാപ്പ് പറയില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ തരിക്കുതേരെ വന്ന 20 പേരുടെ അമ്പുകളും നെഞ്ചും വിരിച്ച് നേരിട്ട പതിയയാൾ കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് കയറി കൂട്ടമായി ആക്രമിക്കുമ്പോൾ അതിനെ നേരിടുന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം. അയാളുടെ കൂട്ടത്തിൽ വിഷ്ണു, ഷിജു ഒക്കെ കൂടിയതോടെ ഇതുവരെ ബിഗ് ബോസിൽ കാണാത്ത സൗഹൃദത്തിന്റെ വലിയൊരു ഗെയിം കാണാൻ കഴിഞ്ഞു. മിഷൻ മാണിക്കക്കല്ല് ഗെയിമിൽ കല്ല് മാറ്റിവെച്ച് അവർ ഒരുമിച്ച് നിന്നു. ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്തി കൂട്ടത്തിൽ എല്ലാവരും ചോദ്യം കേൾക്കാതെ രക്ഷപ്പെടാനുള്ള അവസരം അവർ സൃഷ്ടിച്ചു. അപ്പോഴും എന്താണ് നടക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ ബാക്കിയുള്ളവർ ഇരുന്നു. ഒടുവിൽ ആ കല്ല് തനിക്കെടുക്കാൻ അവസരമുണ്ടായിട്ടും മനീഷയെ കൊണ്ടെടുപ്പിച്ച് ആര് ജയിക്കുന്നു എന്നതിലല്ല എങ്ങനെ ജയിക്കുന്നു എന്നതാണ് ജനം കാണുന്നത് എന്ന് കാണിച്ചു തന്നു. ഈ സീസണിൽ അയാൾ കളിച്ച കളികൾ പലതും അങ്ങനെ തന്നെയായിരുന്നു. കാണുന്ന നമുക്ക് വേണ്ടത് ഓരോ ഗെയിമും കളിക്കുന്ന രീതിയും അത് മനസ്സിലാക്കുന്ന വിധവും ജയിക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കുന്ന പ്ലാനും ഒക്കെയാണ്. പലതിന്റെ അവസാനം ആ ജയം മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താണ് അയാൾ ജയിച്ചുകൊണ്ടിരുന്നത് എന്ന് അവിടെയുള്ളവർ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി. വെറുതെ പെട്ടിപ്പൊക്കി പിടിച്ചു നിൽക്കുന്ന ഒരു ഗെയിമിൽ എന്താണ് ഇത്ര ത്രില്ലുള്ളത്, എന്താണ് ഗെയിം ഉള്ളത് എന്ന് നോക്കിയിരുന്ന നമ്മുടെ മുന്നിലേക്ക് വ്യക്തമായ ഒരു പ്ലാനിൽ, വ്യക്തമായ ഒരു കാൽക്കുലേഷനിൽ അയാൾ ഒരു ഗെയിം മുന്നോട്ട് വെച്ചു. കണ്ടിരുന്ന നമ്മളിൽ പലരും വാപൊളിച്ചു പോയ ഒരു ഗെയിം പ്ലാൻ. ആ വീക്കിൽ സേഫ് ഗെയിം കളിച്ചു പോന്ന 3 പേരെ ഒറ്റയടിക്ക് എവിഷനിൽ ഇട്ട മാസ്റ്റർ സ്ട്രോ, കൂടെ കട്ടയ്ക്ക് നിന്ന വിഷ്ണുവും. 50 ദിവസം പോലും വേണ്ടി വന്നില്ല അയാൾക്ക് ഈ ഷോ അയാളുടേതാണെന്ന് തെളിയിക്കാൻ. പിന്നീട് അയാൾക്ക് കളിക്കേണ്ടി പോലും വന്നില്ല. ഭാര്യയെ തല്ലി, മുണ്ടുപൊക്കി, തെറി വിളിച്ചും ഫിസിക്കൽ അസാൾട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പറയുന്ന വിഷയങ്ങളുടെ പുറകെ പോകാതെ അതിൽ എവിടെയാണ് അയാൾക്കെതിരെ പറയാൻ ഒരു അവസരം എന്ന് മാത്രം നോക്കിക്കൊണ്ടിരുന്ന എതിരാളികൾ പോലും അറിഞ്ഞില്ല പുറത്തെ ജനം മണ്ടന്മാരല്ല എന്നത്. ഈ ഷോയിൽ വരുന്നതിലും ഭേദം ലുലു മാളിൽ പോയി മുണ്ടുപൊക്കിയാൽ മതി എന്ന് പറഞ്ഞ മാരാരുടെ രക്തത്തിനു വേണ്ടി 4 ചലഞ്ചേഴ്സിനെ കയറ്റിവിട്ട ബിഗ് ബോസിന്റെ മാസ്റ്റർ പ്ലാനിനെ 4 ആയിട്ട് മടക്കി തിരിച്ചുവിട്ടു അയാൾ. കൊല്ലാൻ വന്നവർ മാലയിട്ടു സ്വീകരിച്ചു അയാളെ. അപ്പോഴേക്കും ആ സീസൺ അയാളുടെ പേരിലായി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ ഒരു ഗെയിമിൽ സൗഹൃദം ഇത്ര മനോഹരമായി ഉപയോഗിച്ച വേറെ ഒരാളുണ്ടാകില്ല. എന്താണ് ഈ ഗെയിം എന്ന് വിഷ്ണുവിനെ കണ്ട് അവനിൽ നിന്ന് കേട്ടുപഠിച്ചു. മറ്റുള്ളവരുടെ പ്രലോഭനത്തിൽ അനാവശ്യമായ ഒച്ചയെടുക്കലും ചൂടാവലും തെറിവിളിയും ഒക്കെയായി ഗെയിമിൽ നിന്ന് പുറത്താകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കൂടെ നിന്ന് ഉപദേശിച്ച ഷിജുചേട്ടൻ അയാളെ ശാന്തനാക്കി. ഒടുവിൽ 14ാമത്തെ എപ്പിസോഡിൽ കൂട്ടമായി അയാളുടെ ചുറ്റിനും നിന്ന് അയാൾക്കെതിരെ ഒച്ച വെച്ചവർ ഇന്ന് വീട്ടിൽ വന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് മാരാരെ തേടിപ്പിടിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. എത്ര കപ്പ് കിട്ടിയാലും ഇതിലും വലുത് അയാൾക്ക് എന്ത് കിട്ടാനാണ്? ഒരു ഗെയിം ഷോയ്ക്ക് വേണ്ടതെല്ലാം അയാൾ ഈ 100 ദിവസം തന്നു. ചിരിക്കാനുള്ളത്, ചിന്തിക്കാനുള്ളത്, എതിരാളികളുടെ മുഖങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. സൗഹൃദം എന്താണെന്നും ഒരു ഗെയിമാണിതെന്നും ഇവിടെ ഒരാളോടും ശത്രുത വെക്കേണ്ട കാര്യമില്ല എന്നും അയാൾ കാണിച്ചു തന്നു. പുറത്തെ ജനങ്ങളുടെ പൾസ് കൃത്യമായി അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര കോൺഫിഡൻസിൽ ജനങ്ങളെ വിശ്വസിച്ച് കളിച്ച മറ്റൊരാൾ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. കാരണം അയാൾക്കറിയാം ഇതാണ് ഗെയിം, ഇങ്ങനെയാണ് ഇത് കളിക്കേണ്ടത്. അത് അയാൾ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു.
അതിനോടൊപ്പം തന്നെ ഈ സീസൺ ഷിജുചേട്ടന് കൂടി ഉള്ളതാണ്. ഒരുപാട് മോശം സ്വഭാവമുള്ള ഒരാളിൽ നിന്ന് ഇന്ന് കാണുന്ന അടക്കവും ഒതുക്കവും ഓരോന്നും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കാനും മാരാരെ പഠിപ്പിച്ചത് ഷിജുചേട്ടനാണ്. ഒരിക്കൽ പോലും ആ കപ്പ് അയാൾ ആഗ്രഹിച്ചതായി കണ്ടില്ല. ഓരോന്നും ഉണ്ടാകുമ്പോൾ നിനക്കത് പ്രശ്നമാകുമോ എന്ന് മാരാരേക്കാൾ കൂടുതൽ വിഷമിച്ചിരുന്നത് ഷിജുചേട്ടനാണ്. മറ്റുള്ളവർ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ അയാൾ ചങ്കായി കൂടെ നിന്നു. നിങ്ങൾ പൊളിയാണ് ഷിജുചേട്ട. ഈ ഒരു സീസണിൽ അഖിൽമാരാരുടെ പട്ടാഭിഷേകം നടന്നപ്പോൾ ഷിജു എന്ന നല്ലൊരു സുഹൃത്തിന്റെ പേരും ജനമോർത്തിരിക്കും. എന്തായാലും 100% എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നീതി പുലർത്തിയ ഒരു സീസൺ ഇവിടെ തീർന്നു. വിജയിയായ അഖിൽമാരാർക്കും സഹമത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങളോടെ പുതിയൊരു സീസണായി കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.